ഉറക്കമാണ്. ഒത്തിരി പേരുടെ ജീവിത അനുഭവം പങ്കുവെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്, പരിശ്രമിക്കുന്നവരുമാണ്. എന്നിട്ടും ഈ ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ പലർക്കും അവിടെ ഉണ്ടാകുന്നത് യേശു വരുന്ന ഒരു അനുഭവത്തെക്കാൾ ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, കോട്ടുവായിടുന്നു. അങ്ങനെയുള്ള ദുരവസ്ഥകളിലേക്ക് പോകുന്ന വ്യക്തികള് അവരുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഒരു സമർപ്പിത പറഞ്ഞ ഒരു കാര്യം. പക്ഷെ എനിക്ക് പലപ്പോഴും കുറ്റബോധം തോന്നിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. എന്റെ കാരണം അവർ പറഞ്ഞത്, ഞാൻ ഈ ബൈബിൾ വായിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ബൈബിള് താഴെ വീണിട്ടുണ്ട്. എന്റെ കാരണം ഞാൻ ഉറങ്ങിപ്പോയതാ. എനിക്ക് ഇത്തിരി ഡയബറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ എനിക്ക് ഉറക്കം വരുന്നു. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ബൈബിള് താഴെ വീണിട്ടുണ്ട്. അതൊരു വചനത്തോട് കാണിച്ച ഒരു അപമര്യാദ പോലെ അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം അവർ പങ്കുവച്ചത്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു വരണമെങ്കിൽ ആ പ്രാർത്ഥനയിലേക്ക് യേശുവിനെ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നാൽ അവിടെ യേശു വന്നിരിക്കും, യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യമാണ്, പാപം വെടിഞ്ഞ് ഹൃദയം ക്ലീൻ ആക്കണം. പ്രാർത്ഥിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാപജീവിതം നയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പാപം വെടിഞ്ഞ് ഹൃദയം ക്ലീൻ ആക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമാകുന്നതും പ്രീതികരമാകുന്നതും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനം ഇക്കാര്യം വെളിവാക്കുന്നുണ്ട്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. 1 പത്രോസ് 3-ാം അധ്യായം 12-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ കണ്ണും കാതും തിരിഞ്ഞിരിക്കുന്നത് നീതിമാന്റെ നേരെയാണ്, പാപികളിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചു കളയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടാവും? അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഫലമുണ്ടാവും? അതുകൊണ്ട് പാപം വെടിയാനും ഹൃദയം ക്ലീനാക്കാനുമുള്ള ആ ഒരു ബാധ്യത ദൈവമക്കളായി നമുക്കുണ്ട് എന്നുള്ളത് വിസ്മരിക്കാതിരിക്കാം. രണ്ടാമത്തെ കാര്യമാണ്, ഭിന്നത നീക്കി ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം എന്നുള്ള ആഹ്വാനം വചനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഇടയിൽ ഒരു കുടുംബത്തിലാണെങ്കിലും കുടുംബാംഗങ്ങള് ഭിന്നതയിൽ കഴിയുമ്പോൾ അവർ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ദൈവം അവിടെ പ്രവർത്തിക്കും? നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങൾ നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും. എന്നിട്ട് പറയാണ്, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരുടെ മധ്യം ഉണ്ടാവും. പറയുണ്ട്, ഈ ഒരു യോജിപ്പ്, ഹൃദയത്തിന്റെ ഐക്യം നമുക്ക് വളരെ ആവശ്യമാണ്. ദൈവത്തോട് കണക്റ്റഡ് ആകാൻ ആഗ്രഹിക്കുന്നവര് മറ്റുള്ളവരോട് ആത്മീയമായിട്ട് കണക്റ്റഡ് ആകണം. അങ്ങനെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൂടുതൽ ശക്തിയുള്ളതാകും, ഫലസന്ദായകമാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. 3-ാമത്തെ കാര്യം ഇതാണ്, മുറിഞ്ഞ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ അവരുമായിട്ടുണ്ടായിരുന്ന ബന്ധം മുറിയാം. വേണേ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടത്, അവർ നമ്മോട് അപമര്യാദയായി പെരുമാറിയത്, അതിനുശേഷം അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ, ഫോൺ കോൾ ഇല്ലാതെ, വർത്തമാനമില്ലാതെയൊക്കെ പോയതായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് കോപിച്ചു പോയതായിരിക്കാം. എന്തും ആയിക്കോട്ടെ, മറ്റുള്ളവരുമായിട്ട് നമുക്കുണ്ടായിരുന്ന ബന്ധം മുറിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന മുറിയും. അതാണ് 1 പത്രോസ് 3-ാം അധ്യായം 7-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ മുറിഞ്ഞ ബന്ധം കൂട്ടി യോജിപ്പിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. മത്തായി 5:23 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ, കാഴ്ച സമർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ ഓർത്താൽ ആദ്യം നീ ചെയ്യേണ്ടത് കാഴ്ചവസ്തുക്കൾ അവിടെ ഇട്ടിട്ട് ആദ്യം പോയിട്ട് രമ്യതപ്പെടുക. നിന്റെ സഹോദരങ്ങളോട് രമ്യതപ്പെടുക. അതിനുള്ള ഒരു പരിശ്രമം നീ നടത്തുക. എന്നിട്ട് വന്ന് കാഴ്ച സമർപ്പിക്കുക, ബലി അർപ്പിക്കുക. ആ ബലിയിൽ, ആ പ്രാർത്ഥനയിൽ ദൈവം സംപ്രീതനാകും. അതിന്റെ ഫലം നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 4-ാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അതിരാവിലെ ഉണർന്ന് ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ചാൽ അവിടേക്ക് യേശു വരും, അവിടേക്ക് ദൈവം കടന്നു വരും. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. 1-2 വചനങ്ങൾ പ്രഭാഷകൻ 32:14 വായിക്കുമ്പോൾ, അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുക, നിനക്ക് കൃപ ലഭിക്കും. ജ്ഞാനം 6-ാം അധ്യായം 14-ാമത്തെ വചനവും നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. നമ്മള് അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിച്ചാൽ അവിടെ ദൈവത്തെ കണ്ടെത്താൻ അത് എളുപ്പമാകും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. 5-ാമത്തെ കാര്യമാണ്, കാത്തിരുന്ന് ദീർഘനേരം പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരും. കാത്തിരിക്കാനുള്ളൊരു ക്ഷമ നമുക്കുണ്ടാകണം. ദീർഘനേരം പ്രാർത്ഥിച്ചിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. 1 രാജാക്കന്മാർ 19 അതിന്റെ 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഒരു ഗുഹാമുഖത്ത് കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഏലിയാ പ്രവാചകൻ, അവന്റെ അടുത്തേക്ക് ദൈവം വരുന്നു. ദൈവം ചോദിച്ചൊരു ചോദ്യം,
ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ മറുപടിയായിട്ട് പറഞ്ഞത്, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു. അവനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. അവനെ ദൈവം ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 40 ദിനരാത്രങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ ഒന്നും കുടിക്കാതെ യാത്ര ചെയ്യുന്ന ഏലിയ പ്രവാചകനെ നമുക്ക് ഈ അധ്യായത്തിൽ കണ്ടെത്താൻ പറ്റും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം, ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദീർഘനേരം പ്രാർത്ഥിച്ചിരുന്ന യേശുവിനെ കുറിച്ചാണ്. ആ ദിവസങ്ങളിൽ അവൻ മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ചു. സായാഹ്നത്തിൽ ജനങ്ങളെ പിരിച്ചുവിട്ട് ശിഷ്യന്മാരെ വിട്ടിട്ട് മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ച യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ, വെളുപ്പിനെ 3 മണി മുതലുള്ള ആ ഒരു സമയമായപ്പോൾ അവിടെ നിറങ്ങി വരുന്ന ഒരു രംഗം മർക്കോസ് 6-ൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ എല്ലാം നമ്മൾ കണ്ടെത്തുന്നത് ദീർഘനേരം പ്രാർത്ഥിച്ച യേശുവിനെയാണ്. ഇതിനുള്ള ഒരു മനസ്സ് നമ്മുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. 6-ാമത്തെ കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ യേശു വരണമെങ്കിൽ, ദൈവം വരണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട ചില അക്സസറീസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ വായിക്കുമ്പോൾ അതിന് അക്സസറീസ് ഉണ്ട്, അതും വേണം. വണ്ടി വാങ്ങിക്കുമ്പോൾ അതിന് അക്സസറീസ് ഉണ്ട്, അതും വേണം. എന്ന് പറഞ്ഞ പോലെ തോബിത്ത് 12-ാം അധ്യായം 8-ാമത്തെ വചനം ഒരു 3 അക്സസറീസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന ഉപവാസത്തോടും നീതിയോടും ദാനധർമ്മത്തോടും കൂടിയാണെങ്കിൽ ആ പ്രാർത്ഥന നല്ലതായിരിക്കും, ഫലസംദായകമായിരിക്കും. ദൈവം ആ പ്രാർത്ഥനയിൽ നിന്നെ സന്ദർശിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 7-ാമത്തെ കാര്യമാണ്, പരസ്പരം കരുതുന്നവരായി മാറിയവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ സന്ദർശിക്കും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു വീട്ടിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. അവരിരുന്ന വീടിന്റെ അടിത്തറ കുലുങ്ങി. അതിനുള്ള കാരണം നമുക്കറിയാം. അപ്പസ്തോല പ്രവർത്തനം 2:42 വായിച്ചാൽ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ ശുശ്രൂഷ, അതുപോലെ തന്നെ കൂട്ടായ്മ, പ്രാർത്ഥന എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം മുഴുകി. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായത്. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രാർത്ഥന ഫലസംദായകമാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കവും ക്ഷീണവും വരുന്നതിനേക്കാൾ യേശു വന്ന് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ 7 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. നമുക്ക് അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.